എല്ലാരും പറയുന്നു ഡിഫറെന്റ് ആയിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ടെന്നൊക്കെ. നല്ലതല്ലേ? ഞാനല്ല, സ്വർണം. സഫ ഗോൾഡൻ ഡയമണ്ട്സ്, ഡിഫറെന്റ് ബൈ ഡിസൈൻ. പോരൂർ അയനിക്കോട്ട് യുവാക്കളെ സംഘം ചേർന്ന് മാരകായുധങ്ങളുമായി മർദ്ദിച്ചതായി പരാതി. കഴിഞ്ഞ ദിവസം രാത്രി 9:30-ഓടെയാണ് സംഭവം. അയനിക്കോട്ടെ ടർഫിൽ കളി കാണാനെത്തിയ യുവാക്കൾക്കാണ് ക്രൂരമായി മർദ്ദനമേറ്റത്. യാതൊരു പ്രകോപനവുമില്ലാതെയാണ് മദ്യലഹരിയിലെത്തിയ അക്രമി സംഘം യുവാക്കളെ ആക്രമിച്ചതെന്ന് നാട്ടുകാർ പറഞ്ഞു. അതിന്റെ സത്യാവസ്ഥ എന്താ വെച്ചാൽ ഇപ്പൊ ഞങ്ങൾ എന്നും ഇവിടെ കളി കാണാൻ വരലുണ്ട് ടർഫില്. അപ്പൊ ഇന്നലെ ഇതേമാതിരി വന്നിരുന്നപ്പോ അവിടെ ടർഫില് നമ്മളെ ഇവിടുത്തെ ചെറിയ ചെക്കന്മാരുണ്ട്. ഓലത്തെ ഒരു വിഷയം കണ്ടു, ഒന്നും തള്ളണൊക്കെ കണ്ട്. അപ്പൊ അത് പോയി ഇടപെട്ടപ്പോ ഒരു 50ഓളം യുവാക്കള് ഇതിനായിട്ട് ഒരുങ്ങിയിട്ട് മദ്യലഹരിയിൽ വന്നുകൊണ്ട് ഇതിന്റെ കാരണം എന്താന്ന് കൂടി ചോദിച്ചിട്ട് പറയാതെ ഇവിടുത്തെ നമ്മളെ കുട്ടികളെ മർദ്ദിക്കാനു. അതിൽ അത്യാവശ്യം നല്ല പരിക്കുണ്ട്. അതെ, ഇവര് മരക്കഷ്ണം, പിന്നെ ചാവി, അത് ഇരുമ്പിന്റെ വടിയുണ്ട് ഇവിടെ കാണുന്നുണ്ട്. അങ്ങനെ ഓരോ സാധനങ്ങളായിട്ടാണ് ഓല് വന്നിരിക്കുന്നത്. അതെ, ബീറും കുട്ടിയെ കാണുന്നുണ്ട്. കാരണം നമ്മൾ ഇന്നലെ ആ കുട്ടികളായിട്ട് അപ്പം തന്നെ ഹോസ്പിറ്റലിൽ പോയിക്കണ്. നമ്മളവിടെ നോക്കാൻ നിന്നിട്ടില്ല. എന്നാലും ഇവിടുന്ന് കിട്ടിയ വിവരം അനുസരിച്ച് ഓല് ആയുധമായിട്ടാണ് വന്നിക്കണെന്നില്ലാണ് പറഞ്ഞത്. പോലീസിൽ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കണ്ടാലറിയാവുന്നവർക്കെതിരെ നമ്മൾ കേസും ഫയൽ ചെയ്തിട്ടുണ്ട്. കേസായിട്ട് മുന്നോട്ട് പോകാനാണ് നമ്മൾ കരുതുന്നത്. കാരണം നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് ജീവിക്കണം. നമ്മൾ എന്താ വെച്ചാൽ നമുക്ക് ഈ നാട്ടിൽ കൂടെ ജീവിക്കണ്ടേ. ഓല് 1-2 പ്രാവശ്യമായി ഓല് ഇങ്ങനെ വരുന്നേ. ഇതിപ്പോ നിയമം കയ്യിലെടുക്കാൻ നമ്മളും പിന്നെ നമ്മൾക്കൊക്കെ ഒരു കാലഘട്ടം കഴിഞ്ഞതല്ല. അപ്പൊ നമ്മളൊക്കെ എന്താ വെച്ചാല് നിയമം കയ്യിലെടുക്കലല്ലോ വേണ്ടത്. അതിന് നമുക്ക് അതിനുള്ള നീതി കിട്ടുമെന്ന് ആദ്യം നോക്കുക. എന്നിട്ട് ബാക്കി നമുക്ക് അതിനനുസരിച്ച് നീങ്ങാം. ഇന്നലെ ഞങ്ങള് കുറച്ചാൾ ഇവിടെ ഇരിക്കായിരുന്നു. അപ്പോ രണ്ടാള് വന്നുകൊണ്ട് സംസാരിച്ച് ഞങ്ങളോട് വെറുതെ കറക്റ്റ് സംസാരിച്ച്. അതില് ഞാൻ കുടിച്ചു വെക്കാൻ പോയതാ. അതില് ഒരു കമ്പിയായിട്ടാണ് അടിച്ചത്. സ്റ്റിച്ച് ഉണ്ട്, 2 സ്റ്റിച്ച് ഉണ്ട്. ഇരുമ്പുവടികളും മറ്റ് മാരകായുധങ്ങളും ഉപയോഗിച്ചായിരുന്നു മർദ്ദനം. ആക്രമണത്തിൽ നിരവധി യുവാക്കൾക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റവരെ സമീപത്തെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ കണ്ടാലറിയാവുന്ന വ്യക്തികൾക്കെതിരെ യുവാക്കൾ പോലീസിൽ പരാതി നൽകി. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പോരൂർ. കല്യാണം, സൽക്കാരങ്ങൾ, മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ, പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്, കണ്ടൂർ.